ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് ഈ 2025 വർഷക്കാലം ഭരണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈശ്വരാധീനം പൂർണ്ണമായും നിൽക്കുന്ന ഒരു വർഷ കാലഘട്ടമാണ്. അതുപോലെ നമുക്ക് ഈ നക്ഷത്ര അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് നമുക്ക് ഈ 2025 വർഷക്കാലത്തിൽ 7.5 ശനി തുടങ്ങും. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാർ 7.5 ശനി നമുക്ക് മാർച്ച് മാസത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനത്തിന് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കണം. ഇവർക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും വർദ്ധിക്കും. തൊഴിൽ മേഖലകളിൽ വരുമാനം വർദ്ധിക്കും. ഒപ്പം ചിലവുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. നമുക്ക് തർക്ക വിഷയങ്ങളിൽ നിന്ന് മാറി, തടസ്സ വിഷയങ്ങളിൽ നിന്ന് മാറി വിജയിച്ച് വരുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. ഏതൊരു കാര്യവും നമ്മൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ച് മുന്നേറുന്നതിനാൽ നമുക്ക് വിദ്യാദി കാര്യങ്ങളിലും തൊഴിൽ മേഖലകളിലും വിജയം കൈവരിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നല്ല പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. ദൂരദേശത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് തൊഴിൽ മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും വരുമാന മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുമൊക്കെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും കൂട്ടുകെട്ടും യാത്രകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമായതിനാൽ നമ്മൾ ഈ 2025 കാലഘട്ടം നമ്മൾ കൃത്യമായും ഉപയോഗിക്കുക. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമുക്ക് മാറ്റമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വർഷക്കാലഘട്ടം കൂടിയായിരിക്കും. അതായത് ഈ തൊഴിൽ വേണ്ട, കുറച്ചുകൂടെ സാമ്പത്തിക നേട്ടം തരുന്ന തൊഴിലുകൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നേറുന്ന ഒരു സമയ കാലഘട്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം തൊഴിലിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് ആ ഒരു കാര്യത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ഉപകാരപ്രദമാവുകയും ചെയ്യും. ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമുക്ക് തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിച്ച് നമ്മളത് മാറിക്കൊള്ളേണ്ടതാണ്. അല്ലെങ്കിൽ ഈ 2025 ഒരു മുക്കാൽ ഭാഗത്തിന് മുമ്പെയൊക്കെ ഓണം വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന് മുമ്പെയൊക്കെ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ മാറണം. അല്ലാതെ വച്ച് താമസിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ തൊഴിൽ മേഖല മാറാനുള്ള ആ ശനി 12 നിൽക്കുന്ന സമയം അധികരിച്ചു വരികയും നമുക്ക് പിന്നീട് ആ തൊഴിൽ മാറ്റം നമുക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതായി വരികയും അടുത്തിന് 2.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ജന്മത്തിൽ ശനിയിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് തൊഴിലിൽ ഇറിറ്റേഷൻ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ നാളുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനത്തിന് കൊടുക്കുക. കഴിയുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ 7.5 ശനിക്കാർ പ്രത്യേകിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരെ വിദേശ യാത്രകൾ പോവുക. വിദേശത്തെ തൊഴിൽ മേഖലയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ പഠിക്കാൻ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ നല്ലവണ്ണം ഒന്ന് ശ്രമിക്കുക. പക്ഷേ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കാരണം അതിലൊക്കെ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടേതായിട്ടുള്ള സ്വയം തീരുമാനമെടുക്കാതെ മറ്റ് ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ മേഖലയിൽ വളരെയധികം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുകയുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതല്ല നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും നമ്മുടേതായിട്ടുള്ള ചിന്തകളും വച്ചിട്ട് മുന്നോട്ട് പോകരുത്. അപ്പോൾ മറ്റ് വിജയിച്ചവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കേട്ട് മനസ്സിലാക്കി വേണം അങ്ങനെയുള്ളവർ പോകാൻ. കാരണം
നമുക്ക് അനുയോജ്യമല്ലാത്ത കോഴ്സുകളിൽ പോയി വിടാനോ അനുയോജ്യമല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയി ചാടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാലാവസ്ഥയുള്ള മേഖലകളിൽ ഉള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകാനോ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ നാളുകാർ ഭരണി നക്ഷത്രക്കാർ 2025 കാലഘട്ടത്തിൽ പഠിക്കാൻ, തൊഴിലിന്, വർക്ക് പെർമിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി അല്ലെങ്കിൽ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ ഒരുമിച്ച് സൗഹൃദത്തോടെ ജീവിക്കുന്നവർ തമ്മിൽ അല്ലെങ്കിൽ പാർട്ട്ണർമാർ, ഒരു ബിസിനസ്സിലെ പാർട്ട്ണർമാർ തമ്മിൽ, അപ്പോൾ ഇവരൊക്കെ തമ്മിൽ തർക്ക വിഷയങ്ങൾ പെട്ടെന്ന് റൈസാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത നമുക്ക് ഈ സമയ കാലഘട്ടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ധനപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷക്കാലഘട്ടമാണ്. ധനം കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ, നമ്മളെ സ്വകാര്യത ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, അബദ്ധങ്ങളിൽ പോയി ചാടുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ്. നമ്മളെ ശാരീരികമായോ മാനസികമായോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്ന സമയമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറി നിൽക്കാനുള്ള ഒരു ധൈര്യം, സാഹചര്യമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ, നമ്മുടെ മനസ്സിലെ ഏതൊരു താല്പര്യവും അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹവും ഒക്കെ നടത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് വളരെയധികം കർമ്മബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് 2025 ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പണം ഇടപാടുകളിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കെയർ ഓഫ് നിന്ന് മറ്റുള്ളവർക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്ന് ഐഡിയോളജിക്കലായിട്ടുള്ള തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. സർക്കാർ ജോബിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യം ഉണ്ടാകാൻ തക്ക പാകത്തിനുള്ള ഒരു സമയമാണ്. സർക്കാർ ജോലിയൊക്കെ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമുക്കതിന് ശ്രമിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം കൂടി ആണ്. കാരണം ഈശ്വരാധീനം ഉണ്ട്. ആരോടും നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർഷവും കൂടി ആണ് ഇപ്പോഴത്തെ ഈ ഒരു സമയ കാലഘട്ടം. പ്രത്യേകിച്ചും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. ഭൂമികൾ വാങ്ങുക, ക്രയവിക്രയങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിയായി നിന്ന് പ്രവർത്തിച്ച് നമുക്കതിൽ ലാഭമുണ്ടാക്കുക, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പങ്കാളിയായി നിന്നൊക്കെ നമുക്കതിൽ ലാഭമുണ്ടാക്കുക, അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ പറ്റുക. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ അധ്യാപകർക്കും ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ ഭരണി നക്ഷത്രക്കാർക്ക് 2025 വളരെയധികം അനുകൂലം ആയിരിക്കും. അപ്പോൾ നമ്മൾ നാഗർ ക്ഷേത്രത്തിൽ, ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തുകയും പരിഹാരങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് ഈ 2025 വർഷക്കാലത്ത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും.